ഹായ് ഹലോ. ഞാൻ വിശന്ന് കിച്ചണിലോട്ട് ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ഇപ്പി നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഉണ്ടാക്കിയേക്കാമെന്ന്. ഞാൻ ഓവനിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതോടെ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തത്. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു പാത്രമാണ്. ഇതിനു വേണ്ടി വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, എന്നിട്ട് ഞാൻ ആ വെള്ളം ഇപ്പി നൂഡിൽസിലോട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇപ്പി മസാല പാക്ക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിലോട്ടിട്ടു. ഞാനൊന്ന് മൊത്തത്തിൽ ഷേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നൂഡിൽസ് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം എടുത്തോട്ട് ആവാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഒന്ന് മറിച്ചിട്ട് ഷേക്ക് ചെയ്തു. യെസ്, ഇനി ആ നൂഡിൽസ് ഞാൻ മൂടി വെച്ചു. മൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ മൈക്രോവേവിലോട്ട് നമ്മൾ കയറ്റാൻ പോകണം. യെസ്, നമ്മൾ ഒരു 2 minutes ആദ്യം വെച്ചത്. ബട്ട് പിന്നീട് ഞാനതെടുത്ത് നോക്കിയപ്പോഴേക്കും 2 minutes കൊണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 2 minutes കൊടുത്തു. അങ്ങനെ ടോട്ടൽ ഇത് വേവാനായിട്ടുള്ളൊരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 4 minutes ആയിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തോട്ടെടുത്ത് നോക്കിയപ്പോഴേക്കും ഓൾമോസ്റ്റ് വെന്ത ഒരു എന്താ പറയുക, ഒരു സൂപ്പി ഫോമായിട്ടാണ് വന്നതെന്ന് വെച്ചാൽ അതിൽ വെള്ളം കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എനിക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഇച്ചിരി ചില്ലി സോസും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ടോപ്പിങ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കി. യെസ്, ഇങ്ങനെ ഇരിക്കും കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നല്ലായിരുന്നു, സിമ്പിളായിരുന്നെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെ